ഹ്യൂമാനിറ്റീസിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ഒരു സാധ്യതകളുടെ വലിയൊരു ലോകമാണ്. ഒരുപക്ഷെ ഈ ഒരു സെക്ഷനിൽ 2 മണിക്കൂർ പറയാൻ കഴിയൊന്നുമില്ല. അങ്ങനെ കുറച്ച് നമുക്കൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവർക്കൊരു ഹ്യൂമാനിറ്റീസിലേക്ക് നിങ്ങൾക്ക് വരാം, ഇവിടെ സാധ്യതകളുടെ വലിയൊരു ലോകം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് റോഷ, എനിക്ക് തോന്നുന്നത് നമ്മൾ ജനിച്ചത് കുറച്ച് നേരത്തെ ആയി പോയി എന്നുള്ളത്. 90s കിഡ്സിന് മിസ് ചെയ്യുന്നപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ ശരിക്കും ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കണ്ടിന്യൂസ്ലി റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിങ്ക് ടാങ്ക്സ്, നീതി ആയോഗമായിട്ട് അങ്ങനെ ഗവൺമെൻറ് പോളിസീസൊക്കെ ഇറക്കുമ്പോഴും ഒരുപാട് സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പൊരു 2015 ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ട ഒരു വിഷയമാണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ജർമ്മനി പോലെ അല്ലെങ്കിൽ മലേഷ്യ, സിംഗപ്പൂർ പോലെയുള്ള കൺട്രീസായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു നാരോ ഡിവിഷനാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ആ ഒരു സ്ട്രീം ഡിവിഷൻ നടന്നിട്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു എൻട്രി എക്സിറ്റ് ഇല്ലാതെ ഒരു സയൻസ് കഴിയുമ്പോഴേക്കും പിന്നെ ഡോക്ടർ, മെഡിസിൻ, എഞ്ചിനീയറിങ്, അങ്ങനെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇത് ഒരു റിസ്ട്രിക്റ്റഡ് ആയിരുന്നു. പക്ഷേ ആ ഒരു സംഭവം ഈ NEP ഒക്കെ വരുന്നതോടെ മാറുന്നുണ്ട്. അപ്പോൾ നീ നേരത്തെ ചോദിച്ച ആ ഒരു ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യതകൾ ഞാൻ പഠിച്ചപ്പോൾ ഉള്ള ഒരു ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ല ഇപ്പോൾ ഉള്ളത്. അതിൽ അതെ ഫോമായിട്ട് വരികയാണ്. അപ്പോൾ ഒന്നുകൂടി എനിക്ക് ഹ്യൂമാനിറ്റീസ് മേഖലകളിൽ ബെറ്റർ ഓപ്ഷൻസും എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി അറിയാനും അതിലെനിക്ക് ഇടപെടാനും സാധിച്ചത് ഐഫറിലുള്ള ചില സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള, നേരത്തെ അർഷദ് സൂചിപ്പിച്ചതുപോലെ നെറ്റ്വർക്കിംഗ്, അതേപോലെ നമ്മുടെ സോഫ്റ്റ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ ഐഫറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ അഭിരുചികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു റോട്ട് ലേണിംഗ്, റിട്ടാ മാറണ എന്ന് പറയും ഹിന്ദിയിൽ, ആ ഒരു സംഭവം അല്ലാതെ നമ്മൾ ബുക്കിഷ് നോളജ് അല്ലാതെ അതിനപ്പുറം ഒരു വേൾഡിൻ്റെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിലൂടെ ഒക്കെ നോക്കി കാണുന്നതാണ്. അതിൽ നമുക്കിപ്പോൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇടപെടുന്ന അങ്ങനെയുള്ള മേഖലകൾ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിലാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഹ്യൂമാനിറ്റീസിലെ താല്പര്യങ്ങൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഹ്യൂമാനിറ്റീസിലെ എന്തൊക്കെയാണ് അതിലെ സാധ്യതകളെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ടീച്ചിങ് ഒരു ഫീൽഡാണ്. ടീച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ റിസർച്ച്, BA ഗ്രാജുവേഷൻ എടുക്കുന്നു, ബേസിക്, അതിനുശേഷം മാസ്റ്റേഴ്സ്, പിന്നെ MPhil, PhD എന്ന് പോകുന്ന ആ ഒരു റിസർച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർ അവർ തന്നെ ടീച്ചിങ്ങിലേക്കും വരുന്നുണ്ട്. ഒരു ടീച്ചിങ്, റിസർച്ച്, പിന്നെ അതേപോലെ ലോ, അത് ഒരു വലിയ സാധ്യതയാണ്. ലോ പ്രത്യേകിച്ച് നമ്മുടെ ഐഫറിൽ തന്നെ ഡൽഹിയിലെ CLCയിൽ നിന്ന്, ക്യാമ്പസ് ലോ സെൻറ്ററിൽ നിന്ന് ലോ കഴിഞ്ഞിട്ട് ഇപ്പോൾ സുപ്രീം കോർട്ടിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ലോ ഒരു മേഖലയാണ്. പിന്നെ ഉള്ളത് എൻ്റെ കുറച്ചൊരു വ്യത്യസ്തമായൊരു ജേണിയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ UPSC എന്ന് പറഞ്ഞ് പിന്നെ കോളേജിന് ശേഷം ഒരു വർഷം UPSCക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു സ്കീംസൊക്കെ കാണുന്ന സമയത്ത്, ന്യൂസ് പേപ്പർ നമ്മൾ കണ്ടിന്യൂസ്ലി വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫെലോഷിപ്സിനെ കുറിച്ചൊക്കെ അറിയുന്നത് അവിടെയാണ്. അപ്പം ഈ ഒരു കുറച്ച് വർഷം, 5-10 വർഷമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്സും ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 വർഷത്തേക്കും 3 വർഷത്തേക്കും 1 വർഷത്തേക്കും ആയിട്ട് ഒക്കെ കോൺട്രാക്ച്വലി ഡെവലപ്മെൻറ്റ് സെക്ടറിലേക്ക് ഫെലോസിനെ ക്ഷണിക്കുന്നത്. അതായത് പ്രഗത്ഭരായ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടാണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ സ്ട്രീമിലുള്ള ആളുകൾക്കും വരാം. അതായത് നമ്മൾ അവിടെ ഫെലോസിനെ എടുത്തിട്ട് കൃത്യമായ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വർക്കിന് വേണ്ടി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും, അങ്ങനെ ബാക്കി ഹെൽത്ത് സെക്ടർ, എല്ലാ സെക്ടറിലേക്കും അതിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളെ എടുക്കുന്ന, വിദ്യാർത്ഥികളെ എടുക്കുന്ന ഒരു സ്കീമാണ് ഈ ഒരു ഫെലോഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫെലോഷിപ്പാണ് ഞാൻ മഹാത്മാഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കശ്മീരിൽ ചെയ്തത്.